നമസ്കാരം. ആകാശഗംഗയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗ്രഹനിലകളിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന 2026 ആഗസ്റ്റ് മാസം രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടക്കൂറുകാർക്ക്, മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയുള്ള ഫലങ്ങളൊക്കെയാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. ഈ മാസം സൂര്യൻ, ബുധൻ, ചൊവ്വ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ രാശിമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കും, നിങ്ങളുടെ തൊഴിൽ, ധനം, കുടുംബം, ആരോഗ്യം, അതുപോലെ വിദ്യാഭ്യാസം, പ്രണയം തുടങ്ങിയ മേഖലകളിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ ജാഗ്രതയൊക്കെ പുലർത്തേണ്ടത്, ഇതിനെല്ലാം പുറമെ ദോഷകാഠിന്യം കുറയ്ക്കാനായി നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ വഴിപാടുകൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. മേടക്കൂറുകാരുടെ ഈ മാസത്തെ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഓഗസ്റ്റ് മാസത്തെ പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരം എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. സൂര്യൻ ആഗസ്റ്റ് 16 വരെ നിങ്ങളുടെ 4-ാം ഭാവമായ കർക്കിടകത്തിലും അതിനുശേഷം 5-ാം ഭാവമായ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ചൊവ്വ നിങ്ങളുടെ രാശിയാധിപനാണ്. ആ ചൊവ്വ മാസം മുഴുവൻ നിങ്ങളുടെ 3-ാം ഭാവമായ മിഥുനൻ രാശിയിൽ അനുകൂലനായിട്ടാണ് നിലകൊള്ളുന്നത്. ബുധൻ ആഗസ്റ്റ് 5 വരെ 3-ാം ഭാവമായ മിഥുനത്തിലും 5-ാം തീയതി മുതൽ 22-ാം തീയതി വരെ 4-ാം ഭാവമായ കർക്കിടകത്തിലും 22-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവമായ ചിങ്ങത്തിലേക്കും രാശി മാറുന്നുണ്ട്. ശുക്രൻ ഈ മാസം മുഴുവൻ നിങ്ങളുടെ 6-ാം ഭാവമായ കന്നി രാശിയിൽ നീചാവസ്ഥയിൽ തുടരുന്നു. ശനി നിങ്ങളുടെ 12-ാം ഭാവമായ മീനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 7.5 ശനിയുടെയൊക്കെ കാലഘട്ടമാണ്. രാഹു 11-ാം ഭാവമായ കുംഭത്തിലും കേതു 5-ാം ഭാവമായ ചിങ്ങത്തിലുമാണ് നിലകൊള്ളുന്നത്. ഈ ഒരു ഗ്രഹസ്ഥിതിയെ മുൻനിർത്തി മേടക്കൂറുകാരുടെ പൊതുവായുള്ള ഫലം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഗസ്റ്റ് മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. രാശിയാധിപനായ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ പ്രദാനം ചെയ്യും. പ്രതിസന്ധികളെയൊക്കെ നേരിടാനുള്ള മാനസികമായ കരുത്ത് നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മാസം ഉണ്ടാകുന്നതാണ്. എന്നാൽ ശനി 12-ാം ഭാവത്തിൽ തുടരുന്നതും ആഗസ്റ്റ് 16 വരെ സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നതും ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും അനാവശ്യമായ ചിന്തകളും ഒക്കെ ഉണ്ടാക്കാം. എങ്കിലും മാസത്തിൻ്റെ പകുതിക്ക് ശേഷം, അതായത് ആഗസ്റ്റ് 16-ന് സൂര്യൻ 5-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തതയൊക്കെ വരികയും നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് തൊഴിൽ മേഖല എങ്ങനെയുണ്ടെന്ന് നോക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്കും ഈ മാസം ചില നിർണായകമായ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. 3-ാം ഭാവത്തിലെ ചൊവ്വയുടെ സ്വാധീനം കാരണം ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനമൊക്കെ വർദ്ധിക്കുന്നതാണ്. കഠിനാധ്വാനത്തിനൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് ചില മത്സരങ്ങളൊക്കെ നേരിടേണ്ടി വന്നാലും നിങ്ങൾ അതിനെയെല്ലാം മറികടക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ 4-ാം ഭാവത്തിലെ സൂര്യൻ്റെയും ബുധൻ്റെയും ഒക്കെ സാന്നിധ്യം കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജോലിഭാരമൊക്കെ കൂടാനും മേലുദ്യോഗസ്ഥരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സംസാരത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണം. 16-ാം തീയതിക്കൊക്കെ ശേഷം പ്രമോഷൻ, സ്ഥലം മാറ്റം എന്നിവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളൊക്കെ ലഭിക്കുന്നതുമാണ്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. 12-ാം ഭാവത്തിൽ ശനിയൊക്കെ ഉള്ളതുകൊണ്ട് പുതിയ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അനുഭവസ്ഥരുടെയൊക്കെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അക്കൗണ്ടുകളൊക്കെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുമാണ്. ഇനി സാമ്പത്തിക കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം വരവും ചിലവും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. 11-ാം ഭാവത്തിലെ രാഹുവിൻ്റെയൊക്കെ സാന്നിധ്യം അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനമൊക്കെ നൽകുന്നതാണ്. മുൻപ് കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും 12-ാം ഭാവത്തിലെ ശനിയും ചില അനാവശ്യ ചിലവുകളും വരുത്തിവെക്കാം. പ്രത്യേകിച്ച് ആഡംബര വസ്തുക്കൾക്കായിട്ടൊക്കെ പണം ചിലവഴിക്കുന്നത് ഈ മാസം നിയന്ത്രിക്കേണ്ടതാണ്. ഭവന നിർമ്മാണമൊക്കെ നടത്തുന്നവർക്കോ ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ ലോണുകളൊക്കെ അനുവദിച്ച് കിട്ടാമെങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അത് ഭാവിയിൽ ബാധ്യതയും ആകുന്നതാണ്.
കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതുമൊക്കെ ഈ മാസം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ 4-ാം ഭാവത്തിൽ സൂര്യനൊക്കെ ഉള്ളതിനാൽ കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകളോ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധയോ ഒക്കെ ആവശ്യമായി വരാം. ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവമൊക്കെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ ആഗസ്റ്റ് 16-ന് ശേഷം കുടുംബത്തിൽ സമാധാനാന്തരീക്ഷമൊക്കെ തിരിച്ചു വരും. പങ്കാളിയുമായിട്ടൊക്കെ നിലനിന്നിരുന്ന അകൽച്ചകളൊക്കെ മാറുകയും ചെയ്യുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് ഈ മാസം ചില പരീക്ഷണങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. 5-ാം ഭാവത്തിൽ കേതുവിൻ്റെയൊക്കെ സാന്നിധ്യം, അതുപോലെ 22-ന് ശേഷമുള്ള ബുധൻ്റെയൊക്കെ രാശിമാറ്റം കാരണം പരസ്പര വിശ്വാസത്തിലൊക്കെ കുറവൊക്കെ വരാതെ നോക്കേണ്ടതാണ്. മൂന്നാമതൊരു വ്യക്തിയുടെയൊക്കെ ഇടപെടൽ കാരണം പ്രണയബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വീഴാതെയും സൂക്ഷിക്കേണ്ടതാണ്. അനാവശ്യമായ സംശയങ്ങൾ പരസ്പരമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഇനി മേടക്കൂറിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമാണ്. ബുധൻ്റെ രാശിമാറ്റങ്ങൾ ബുദ്ധിശക്തിയും ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് മികച്ച വിജയമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉപരിപഠനത്തിനായിട്ടൊക്കെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നീങ്ങി പോകാനുള്ള അനുമതിയൊക്കെ ഈ മാസം ലഭിക്കുന്നതുമാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യകാര്യത്തിൽ മേടക്കൂറുകാർ ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. രാശ്യാധിപൻ ചൊവ്വ ബലവാനായിട്ടൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും ശുക്രൻ 6-ാം ഭാവത്തിലും അതുപോലെ 7-ര ശനി കാലഘട്ടമൊക്കെ തുടരുന്നതും കാരണം വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ കൃത്യമായ ചികിത്സയും പരിശോധനയൊക്കെ നടത്തേണ്ടതാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ചൂട് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി ഈ മാസത്തെ ദോഷങ്ങളുടെ കാഠിന്യമൊക്കെ കുറയ്ക്കാനും ഗുണഫലങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനുമായിട്ട് മേടക്കൂറുകാർ ചെയ്യേണ്ട ലളിതമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശനിയുടെയൊക്കെ ദോഷം കുറയ്ക്കാനായിട്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ ശാസ്താവിന് നീരാഞ്ജനം വഴിപാടൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി ധാരയോ പിൻവിളക്കോ ഒക്കെ വഴിപാടായി കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനിയുടെ ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വയുടെയൊക്കെ അനുഗ്രഹത്തിനായിട്ട് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചനയോ പാലാഭിഷേകമോ ഒക്കെ നടത്തുക. ആഗസ്റ്റ് 16 വരെയുള്ള സൂര്യൻ്റെ ദോഷം മാറാൻ ദിവസവും രാവിലെ ആദിത്യഹൃദയ സ്തോത്രം ജപിക്കുന്നത് തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ മാറാനും സഹായിക്കുന്നതാണ്. ചെറിയ ജാഗ്രതയും കൃത്യമായ ആസൂത്രണവും ഒക്കെ ഉണ്ടെങ്കിൽ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് മികച്ചതാക്കി മാറ്റാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു രാശിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.